نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا مريم اقنتي لربك واسجدي واركعي مع الراكعين يا أيها الناس أوصيكم وإياي أولا بتقوى الله. ഏറെ സ്നേഹധീയരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വിവാദങ്ങളും ചർച്ചകളും സുലഭമായ ഒരു നാടാണ് നമ്മുടേത്. ഓരോ ദിവസവും പുതിയ പുതിയ വിവാദങ്ങളും ചർച്ചകളും വന്നുകൊണ്ടിരിക്കും. ഒരുപക്ഷെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കാം ഒരു ചർച്ചയെങ്കിൽ ചിലതൊക്കെ വ്യക്തികളുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കും. എന്നാൽ വേറെ ചില കാര്യങ്ങളാവട്ടെ മതപരവുമായിരിക്കും. രാഷ്ട്രീയമായതും വ്യക്തിപരവുമായതുമൊക്കെയായ ചർച്ചകൾ ഒന്നുകിൽ നിയമങ്ങളിലൂടെയും കോടതികളിലൂടെയും ഒക്കെ പരിഹരിക്കപ്പെടും. ചിലതൊക്കെ ആളുകൾ കൂടിയിരുന്നു കൊണ്ട് ഒരു സുൽഹ് പറഞ്ഞുകൊണ്ട് പിരിയുന്നൊരവസ്ഥയും ഉണ്ടാകും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പഴിചാരുകൾ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറയാറുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള ഒന്നല്ല മതപരമായ ചർച്ചകളും വിവാദങ്ങളും. പ്രത്യേകിച്ച് മതപരമായ വിഷയങ്ങളിൽ ഒരു ചർച്ചയുണ്ടാകുമ്പോൾ, ഒരു വിവാദം കത്തിവരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് അതിൻ്റെ പരിഹാരം? കോടതികളിലൂടെയല്ല അത് പരിഹരിക്കപ്പെടുക. ഒരുപാട് ആളുകൾ കൂടിയിരുന്നു കൊണ്ട് ഒരു വട്ടമേശയിൽ ചുറ്റും ഇരുന്നു കൊണ്ട് ചർച്ച ചെയ്ത് അവസാനിപ്പിക്കേണ്ടതുമല്ല. ആരാണ് കൂടുതൽ അഭിപ്രായം പറയുന്നത് എന്ന് നോക്കിക്കൊണ്ടുമല്ല പരിഹാരങ്ങൾ തീരുമാനിക്കുക. മറിച്ച് ഇസ്ലാമാകുന്ന മതത്തിൻ്റെ തീരുമാനം, അതിൽ എന്ത് വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴും, അതിൽ എന്ത് തർക്കങ്ങൾ ഉണ്ടാകുമ്പോഴും, അതിൽ എന്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോഴും അത് മടക്കേണ്ടത് വിശുദ്ധ ഖുർആനിലേക്കും ഹദീസിലേക്കുമാണ്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് പറയണം,
യാ അയ്യുഹല്ലദീന ആമനൂ അത്തീഉല്ലാഹ് വഅത്തീഉർ റസൂൽ വഉലിൽ അംരി മിൻകും ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വർ-റസൂൽ. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, അത്തീഉല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, വഅത്തീഉർ റസൂൽ, നിങ്ങൾ നിങ്ങളുടെ പ്രവാചകനെയും നിങ്ങൾ അനുസരിക്കണം, വഉലിൽ അംരി മിൻകും, നിങ്ങളുടെ കൈകാര്യകർത്താക്കളായവരെയും നിങ്ങൾ അനുസരിക്കണം. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ, നിങ്ങൾക്കിടയിൽ വല്ല ഭിന്നതയും ഉണ്ടായിക്കഴിഞ്ഞാൽ, വല്ല തർക്കങ്ങളും ഉണ്ടായിക്കഴിഞ്ഞാൽ, വല്ല വിവാദങ്ങളും ഉണ്ടായിക്കഴിഞ്ഞാൽ, ഫറുദ്ദൂഹു ഇലല്ലാഹി വർ-റസൂൽ, നിങ്ങൾ അല്ലാഹുവിലേക്കും റസൂലിലേക്കുമാണ് മടക്കേണ്ടത്. എന്ത് വിവാദം വന്നാലും ശരി, മതപരമാണോ അത് അല്ലാഹുവിലേക്കാണ്, റസൂലിലേക്കാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കാണ് മടക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി കൃത്യമായിട്ട് പറഞ്ഞു, തറക്തു ഫീകും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത്തു റസൂൽ. നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ ഞാൻ വിട്ടേച്ചു പോകുന്നു, അത് മുറുകെ പിടിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്കിടയിൽ ഒരു തർക്കമോ ഭിന്നതയോ വിവാദമോ ഒന്നും ഉണ്ടാവില്ല. ഒന്ന് ഖുർആനാണ്, മറ്റൊന്ന് ഹദീസാണ്. പ്രിയപ്പെട്ടവരെ, ഇത്രയും ആമുഖമായിട്ട് പറയാനുള്ള കാരണം, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേരളക്കരയിൽ വലിയ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 16 വയസ്സുള്ള ഒരു പെൺകുട്ടി നടത്തിയ ഒരു അഭിപ്രായ പ്രകടനം, അത് പിന്നീട് ആ കുട്ടിയുടെ പിതാവ് തിരുത്തുന്നൊരവസ്ഥയിലേക്കും അത് വലിയ ചർച്ചയിലേക്കും എത്തപ്പെട്ടു. ഏതാണ് ആ വിഷയം എന്നുള്ളത് ഒരു പക്ഷേ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. സ്ത്രീ പള്ളി പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ത്രീകൾ പള്ളിയിലേക്ക് ജമാഅത്തിന് പങ്കെടുക്കാൻ പറ്റുമോ ഇല്ലയോ? ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ആ പെൺകുട്ടിയോടൊരു ചോദ്യം. കേരളക്കരയിൽ തന്നെ ഉന്നതമായ ഒരു തറവാട്, ആ തറവാട്ടിലെ ഒരു പിതാവിൻ്റെ മകളാണ്. ആ മകളോടുള്ള ചോദ്യം കൃത്യമായിരുന്നു. മക്കയും മദീനയും അടക്കം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്ത്രീകൾ പള്ളിയിൽ പോകുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ തന്നെ മറിയം എന്ന് പറയുന്ന ഒരു പുണ്യവതിയായ സ്ത്രീയെക്കുറിച്ച് പറയുന്നുണ്ട്. അവർ താമസിച്ചത് പള്ളിയിലാണെന്നും പറയുന്നു. എന്നിട്ട് എന്തുകൊണ്ട് കേരളക്കരയിൽ സ്ത്രീകൾക്ക് പള്ളി നിഷിദ്ധമെന്ന് പറയുന്നു, പള്ളിയിൽ പോകൽ ഹറാം എന്ന് പറയുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ചോദ്യത്തിന് കൃത്യമായി ആ പെൺകുട്ടി മറുപടി പറഞ്ഞു, അതൊക്കെ ഒരു കൾച്ചറായിട്ട് വന്നതാണ്, അതൊക്കെ തിരുത്തപ്പെടേണ്ടതാണ്, പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതല്ല എന്ന് സാരം. ഇത് വലിയ തർക്കമായി, ചർച്ചയായി, വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് പോയിക്കൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, സ്വാഭാവികമായിട്ടും ഏതൊരു കാര്യത്തിലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഖുർആനാണ്, ഹദീസാണ് തെളിവ്. ദീനിൻ്റെ കാര്യമാണല്ലോ ഇത്. ദീനിൻ്റെ വിഷയമാകുമ്പോൾ പരിഹാരം ദീനിലൂടെ തന്നെയായിരിക്കണം. അത് ഖുർആനാണ്, ഹദീസാണെങ്കിൽ എന്താണ് ഈ വിഷയത്തിലുള്ള തർക്കങ്ങൾ? ഒരു വിഭാഗം പറയുന്നു സ്ത്രീകൾ പള്ളിയിൽ പോകുക എന്നുള്ളത് ഹറാമായ കാര്യമാണ്, നിഷിദ്ധമായ കാര്യമാണ്, പോകാൻ പാടില്ല. മറ്റൊരു വിഭാഗം പറയുന്നു സ്ത്രീകൾ ഇസ്ലാമിക മര്യാദകൾ പാലിച്ചുകൊണ്ട് പള്ളിയിലേക്ക് വേണമെങ്കിൽ പോകാം, മര്യാദകൾ പാലിച്ചുകൊണ്ട് വേണമെങ്കിൽ പോകാം. ഈ രണ്ട് തർക്കങ്ങളാണ് നടക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഏതൊരു സാധാരണക്കാരനും സംശയം ഉണ്ടാകും, ഇതിലിപ്പോൾ ഏതാണ് ശരി? എല്ലാവരും ഇങ്ങനെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, എന്താണ് ഇപ്പോൾ ഇതിലുള്ള യാഥാർത്ഥ്യം എന്നുള്ളത്? എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഏതൊരു കാര്യത്തിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഖുർആനിലേക്കും ഹദീസിലേക്കും അടക്കേണ്ടതാണെങ്കിൽ മതപരമായി ഈ വിഷയത്തിൽ വന്നതെന്താണ്? വിശുദ്ധ ഖുർആനിലെ 6000-ൽ പരം ആയത്തുകൾ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എവിടെയും തന്നെ സ്ത്രീകൾ ജമാഅത്തിന് പള്ളിയിലേക്ക് പോകണമെന്നോ പോകരുതെന്നോ ഹദീസിൽ ഖുർആനിൽ വന്നിട്ടില്ല. നേർക്ക് നേരെ ഖുർആനിൽ എവിടെയും ആയത്ത് വന്നിട്ടില്ല. ഖുർആനിൽ നമസ്കരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, നോമ്പെടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, സക്കാത്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, പല വിഷയങ്ങളും വന്നിട്ടുണ്ട്. എന്നാൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർബന്ധമായും അവർ പള്ളിയിലേക്ക് പോകണമെന്നോ അല്ലെങ്കിൽ ഒരു കാരണവശാലും പോകരുതെന്നോ രണ്ടും ഖുർആനിൽ വന്നിട്ടില്ല. എന്നാൽ ഖുർആനിൽ വന്ന ഒരു സംഭവമുണ്ട്. മുമ്പ് കഴിഞ്ഞുപോയ പുണ്യവതിയായ മറിയം ബീവിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്
അവരുടെ താമസം തന്നെ പള്ളിയിലായിരുന്നു. പള്ളിയിലൂടെ ഉത്തരവാദിത്തമുള്ള സക്കരിയ നബി അലൈഹിസ്സലാമാണ് അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിരുന്നത്. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിരുന്നത്. ആ പള്ളിയുടെ കാര്യങ്ങൾ അവർ നിർവഹിച്ചത് കൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല അവരോട് വ്യക്തമായി ഖുർആനിലൂടെ പറയാം. ഖുർആനിലൂടെ അല്ലാഹ് നമ്മളെ അറിയിക്കാണ്. അല്ലാഹു അന്ന് പറഞ്ഞ കാര്യം, യാ മറിയം ഖുനുതി ലിറബ്ബിക് വസ്ജുദി വർകഇ മഅറാകിൻ. അല്ലയോ മറിയം, ഖുനുതി ലിറബ്ബിക്, നീ നിന്റെ രക്ഷിതാവിനോട് നീ ഭയഭക്തി കാണിക്കണം. വസ്ജുദി, നീ സുജൂദ് ചെയ്യണം. വർകഇ, നീ റുകൂഅ് ചെയ്യണം. മഅറാകിൻ, റുകൂഅ് ചെയ്യുന്നവരോടൊപ്പം നീ റുകൂഅ് ചെയ്യണം. റുകൂഅ് ചെയ്യുന്നവരോടൊപ്പം. നിസ്കാരം വരുന്ന സമയത്ത് വേഗം അവിടുന്ന് ഇറങ്ങിപ്പോണം, എന്നിട്ട് വീട്ടിൽ പോയിട്ട് ചെയ്യണം എന്നല്ല പറഞ്ഞത്. വർകഇ മഅറാകിൻ, റുകൂഅ് ചെയ്യുന്നവരുടെ കൂടെ നീ റുകൂഅ് ചെയ്യണം. ഈ ഒരു ആയത്ത് വിശദീകരിച്ചുകൊണ്ട് തഫ്സീർ ഇബ്നു കസീറിൽ കാണുവാൻ സാധിക്കും, കൂനി മിൻഹും, അവരിൽപ്പെട്ട ആളുകളോടൊപ്പം നീ ആയിത്തീരണം. ആ റുകൂഅ് ചെയ്യുന്ന, സുജൂദ് ചെയ്യുന്ന, നമസ്കാരം നിർവഹിക്കുന്ന ആളുകളുടെ കൂടെ നീയും അത് നിർവഹിക്കണമെന്ന് സാരം. ഇതാണ് വിശുദ്ധ ഖുർആനിൽ ആകെ വന്ന സ്ത്രീ പള്ളി പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ സ്ത്രീ ജമാഅത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്ന ഒരൊറ്റ വിഷയം. എന്നാൽ ഹദീസുകൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഈ വിഷയത്തിൽ വന്നിട്ടുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 100 കണക്കിന് ഹദീസുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുണ്ട്. ഓരോന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് പ്രിയപ്പെട്ടവരെ. എന്താണ് ഇതിലെ ഒന്നാമത്തെ വിഷയം എന്ന് ചോദിച്ചാൽ, സ്ത്രീകൾ അനുവാദം ചോദിച്ചാൽ നിങ്ങൾ അനുവാദം നൽകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദസ്തഅദനകും നിസാഉകും ഇലൽ മസാജിദ് ഫഅദനു ലഹുന്ന. നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങളോട് പള്ളിയിലേക്ക് പോകാൻ അനുവാദം ചോദിച്ചാൽ നിങ്ങൾ അവർക്ക് അനുവാദം നൽകണം. അനുവാദം നൽകണം, ഒന്നാമത്തെ കാര്യം. ഇനി ആ അനുവാദം രാത്രിയാണോ അവർ ചോദിക്കുന്നത്? രാത്രി ഞാൻ പോകട്ടെ എന്ന് ചോദിച്ചാലും നിങ്ങൾ അനുവാദം നൽകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസ് ഇമാം ബുഖാരിയാണ് സൂചിപ്പിക്കുന്നത്. ഇമാം ബുഖാരി എന്ന് പറഞ്ഞാൽ ആരാ? വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ലോക മുസ്ലിമീങ്ങൾ ഏറ്റവും കൂടുതൽ സ്വഹീഹ് എന്നെണ്ണുന്നത്, അതിൽ ഒരിക്കലും ദുർബലമായ ഹദീസില്ല എന്ന് പറയുന്ന ഒന്നാണ് സ്വഹീഹുൽ ബുഖാരി. ആ സ്വഹീഹുൽ ബുഖാരിയിലൂടെ ഇമാം ബുഖാരി ഉദ്ധരിക്കുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദസ്തഅദനകും നിസാഉകും ബില്ലൈൽ, രാത്രി നിങ്ങളുടെ പെണ്ണ് അനുവാദം ചോദിക്കുകയാണ്, ഇലൽ മസ്ജിദ്, പള്ളിയിലേക്ക് അനുവാദം ചോദിച്ചാൽ ഫഅദനു ലഹുന്ന, നിങ്ങൾ അവർക്ക് അനുവാദം നൽകണം. രാത്രി ചോദിച്ചാലും അനുവാദം നൽകണം. ഇനിയോ മറ്റൊരു ഹദീസിൽ കാണുവാൻ സാധിക്കും, സ്ത്രീകളെ നിങ്ങൾ തടയാൻ പാടില്ല. സ്ത്രീകൾ അങ്ങനെ അനുവാദം ചോദിച്ചാൽ നിങ്ങൾ തടയരുത്. ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ്. ലാ തംനഉ, മനഅ എന്ന് പറയാ തടയാന്ന്. ലാ തംനഉ, നിങ്ങൾ തടയരുത്. ഇമാ അല്ലാഹ്, അല്ലാഹുവിന്റെ അടയാർത്ഥികളെ, മസാജിദ് അല്ലാഹ്, അല്ലാഹുവിന്റെ പള്ളിയെ തൊട്ട് നിങ്ങൾ സ്ത്രീകളെ തടയാൻ പാടില്ല. അവർ ഇസ്ലാമിക മര്യാദകൾ പാലിച്ചു കൊണ്ടുവരികയാണോ എങ്കിൽ അവർക്ക് പങ്കെടുക്കാം. ഒരിക്കലും നിങ്ങൾ അവരെ തടയരുത്. ഇനി അവിടെ ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു, ഒരു ഭർത്താവ് ഭാര്യയെ തടയാൻ പാടില്ല. ഭാര്യ ചോദിക്കുകയാണ് ഞാൻ പള്ളിയിലേക്ക് പോകട്ടെ എന്ന് ചോദിച്ചാൽ തടുക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദസ്തഅദനതി ഇംറഅതു അഹദികും ഇലൽ മസ്ജിദ്, നിങ്ങളിൽ ആരുടെയെങ്കിലും ഭാര്യമാർ നിങ്ങളോട് പള്ളിയിലേക്ക് പോകാൻ അനുവാദം ചോദിച്ചാൽ ഫലാ യംനഅഹാ, അവളെ നിങ്ങൾ തടുക്കാൻ പാടില്ല, അവളെ നിങ്ങൾ തടയാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. ഇത്രയും വ്യക്തമായി സ്ത്രീകൾ പള്ളിയിൽ പോകാൻ അനുവാദം ചോദിച്ചാൽ നൽകണം, അവർ ചോദിച്ചാൽ നിങ്ങൾ ഒരിക്കലും തടുക്കരുത് എന്നൊക്കെ വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ലോക മുസ്ലിമീങ്ങൾ അംഗീകരിക്കുന്ന ഗ്രന്ഥമാണ് സ്വഹീഹുൽ ബുഖാരി എങ്കിൽ ആ സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും വന്ന ഹദീസുകളാണ് ഞാൻ പറഞ്ഞത്. ഈ വാചകം ഇത്രയും ഗൗരവമുണ്ട്. എന്നാൽ ചില ആളുകൾക്കിടയിൽ സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചരിത്രത്തിൽ. ഇതേ വാചകം മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇബ്നു ഉമർ എന്ന് പറഞ്ഞാൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ തംനഉൻ നിസാഅ ഹുദൂദഉന്ന മിനൽ മസാജിദ് ഇദാ ഇസ്തഅദനൂകും. നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളോട് അനുവാദം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അവരെ പള്ളിയെ തൊട്ട് തടുക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ബിലാൽ ആ സദസ്സിലുണ്ടായിരുന്നു. ഉടനെ ബിലാൽ പറയാണ്, വല്ലാഹി ലനംനഉഹുന്ന, അല്ലാഹുവാണ് സത്യം, ഞങ്ങൾ തടുക്കും. ഒരു സ്വഹാബിയോട് അദ്ദേഹത്തിൻ്റെ മകൻ പറയാം, ഞങ്ങൾ തടുക്കും. വേറെ തെളിവ് വെച്ചിട്ടോ ഒന്നുമല്ല പറയണത്, അവർക്ക് ഇഷ്ടമില്ല എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ തടുക്കും. ആ സമയത്ത് സ്വഹാബിയായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഫഖാല ലഹു അബ്ദുല്ലാഹ് അഖൂലു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ പറയുന്നു അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു എന്ന് പറയാ. ഫതഖൂലു അൻത ലനംനഉഹുന്ന, നീ പറയാ ഞങ്ങൾ തടുക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ തടുക്കരുതെന്ന് പറഞ്ഞാൽ നീ തടുക്കുന്നു പറയേ. ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും, ആ ഒരൊറ്റ സംഭവം കാരണത്താൽ ഈ വാപ്പയും മകനും തമ്മിൽ പിണങ്ങി. വാപ്പ പറഞ്ഞു, ഇനി ഞാൻ അവനോട് മിണ്ടൂല, കാരണം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു വാചകത്തോട് അവൻ എതിര് കാണിക്കുക. അത്ര ഗൗരവം സ്വഹാബിമാർ ഈ വിഷയത്തിന് കാണിച്ചിരുന്നു. ഇനി എന്തിനേറെ ചില ആളുകൾക്കിടയിൽ ചർച്ചകളുണ്ടായി. പ്രത്യേകിച്ച് ഇതേ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ തൻ്റെ പിതാവായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മറ്റൊരു ഭാര്യയാണ് ആത്തിക റളിയല്ലാഹു അൻഹ. ഈ ആത്തിക റളിയല്ലാഹു അൻഹ പള്ളിയിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ അവർ ചോദിക്കുകയാണ്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കാനത് ഇംറഅതു ലി ഉമർ തശ്ഹദു സ്വലാത്ത സുബ്ഹി വൽ ഇശാ. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ അഥവാ ആത്തിക ബീവി സുബഹ് നമസ്കാരത്തിനും ഇശാ നമസ്കാരത്തിനും വരെ പള്ളിയിൽ പോകാറുണ്ടായിരുന്നു. ഫിൽ ജമാഅത്തി ഫിൽ മസ്ജിദ്, പള്ളിയിലുള്ള ജമാഅത്തിന് അവർ പങ്കെടുക്കാറുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഫഖീല ലഹാ, അവരോട് ചോദിച്ചു, ലിമ തഖ്റുജീന വഖദ് തഅലമീന അന്ന ഉമർ യക്റഹു ദാലിക വയഗാർ. അല്ല, നിങ്ങൾക്കറിയാലോ ഉമറിന് ഇത് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്, ഇങ്ങനെ പെണ്ണുങ്ങൾ ഇങ്ങനെ പള്ളിയിലേക്ക് പോവുക, അല്ലെങ്കിൽ ഇങ്ങനെ ജനങ്ങൾക്കിടയിലേക്ക് ഇങ്ങനെ ഇറങ്ങി നടക്കുക എന്നുള്ളത്. ഉമർ കുറച്ചൊരു പരുഷ സ്വഭാവമുള്ള, കുറച്ച് കാഠിന്യമുള്ള ആളാണ്. നിങ്ങൾക്കറിയാലോ ഉമറിന് ഇതൊന്നും ഇഷ്ടമില്ല എന്നുള്ളത്, അദ്ദേഹത്തിന് ദേഷ്യമുള്ള ഒരു കാര്യമാണെന്നുള്ളത് നിങ്ങൾക്കറിയാലോ. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങളിത് പോണത്? ആ സമയത്ത് ഖാലത്ത് ഉമറിന്റെ ഭാര്യ അഥവാ ആത്തിക റളിയല്ലാഹു അൻഹ പറയാണ്, വമാ യംനഉഹു അൻ യൻഹാനി, എന്നിട്ട് എന്തേ ഉമറിനെ തടുക്കാത്തത്? എന്തുകൊണ്ടും ഉമർ എന്നെ വിരോധം കാണിക്കുന്നില്ല, എന്നോട് വിരോധിക്കുന്നില്ല? ആ സമയത്ത് അവർ പറയാണ്, യംനഉഹു ഖൗലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ് ഉമറിനെ തടുത്തു നിർത്തിയിട്ടുള്ളത്. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്? ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്, അല്ലാഹുവിൻ്റെ അടയാർത്തികളെ തൊട്ട് നിങ്ങൾ പള്ളി തടുക്കരുത്, ആ പള്ളികളെ തൊട്ട് നിങ്ങൾ അടയാർത്തികളെ തടുക്കരുത് എന്ന ഒരു വാചകം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ ആത്തിക ബീവിയെ കല്യാണം ആലോചിച്ച സമയത്ത് തന്നെ ആത്തിക ബീവി 3 നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 നിബന്ധനകൾ. ഉമറിനോട് പറയാണ്, ഞാൻ വിവാഹത്തിന് സമ്മതിക്കാം, പക്ഷേ 3 നിബന്ധനകളുണ്ട്. എന്നിട്ട് പറയാണ്, ലമ്മ ഖതബഹ ശറതത് അലൈഹി അല്ലാ യദ്രിബഹ, എന്നെ തല്ലാൻ പാടില്ല. ഒന്നാമത്തെ നിബന്ധന, എന്നെ തല്ലാൻ പാടില്ല. വലാ യംനഅഹാ മിനൽ ഹഖ്, എനിക്കുള്ള ഒരു അവകാശത്തിന്റെ വിഷയത്തിലും തടുക്കാൻ പാടില്ല. മൂന്നാമത്തേത്, വലാ മിനസ് സ്വലാത്തി ഫിൽ മസ്ജിദിൻ നബവി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയെ തൊട്ട് എന്നെ തടുക്കാനും പാടില്ല. കൃത്യമായിട്ട് പറഞ്ഞു. ഈ ഒരു വാചകം ഒരു ഹറാമായ കാര്യത്തിനു വേണ്ടിയാണോ ആത്തിക ബീവി ചെയ്തിട്ടുള്ളത്? ഇന്ന് പല ആളുകളും പറയുന്നത് പോലെ സ്ത്രീകൾ പള്ളിയിൽ പോകൽ ഹറാമാണെങ്കിൽ ആത്തിക ബീവി ഒരു ഹറാമിന് ഷർത്ത് വെച്ചു എന്ന് പറയാൻ പറ്റുമോ? ആ ഒരു ഹറാമായ കാര്യത്തിന് ഉമർ റളിയല്ലാഹു അൻഹു കൂട്ടുനിന്നു എന്ന് പറയാൻ പറ്റുമോ? കാലങ്ങളോരം അവർ നിർവഹിച്ചിട്ടും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അത് ചോദ്യം ചെയ്തപ്പോൾ എനിക്ക് തോന്നിയതുപോലെ ചെയ്യുമെന്നല്ല പറഞ്ഞത്. എന്തുകൊണ്ട് നിന്റെ വാപ്പ തടുക്കണില്ല എന്ന ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകമാണ് പറഞ്ഞത്. എങ്കിൽ വിഷയത്തിന് ഗൗരവമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സഹാബി വനിതകൾ ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു. തടുക്കരുത്
എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്ത്രീകൾ പങ്കെടുക്കാറുണ്ടായിരുന്നു നമസ്കാരത്തിന്. ഹദീസിൽ കാണുവാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാൻ വേണ്ടി നിൽക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില ആയത്തുകൾ ഇങ്ങനെ ഓതി അതിങ്ങനെ ദീർഘിപ്പിക്കണമെന്ന് തോന്നും. പക്ഷേ ആ സമയത്താണ് കുട്ടികളുടെ കരച്ചിൽ കേൾക്കുക. ഹദീസിൽ കാണുവാൻ സാധിക്കും, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്നി ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നി ലഅദ്ഖുലു ഫിസ്സലാ ഫഉരീദു ഇതാലതഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിലേക്ക് പ്രവേശിക്കും. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ദീർഘിച്ച് ഖുർആൻ ഓതണമെന്ന് വിചാരിക്കും. പക്ഷേ ഫഅസ്മഉ ബുകാ സബീ, കുട്ടികളുടെ കരച്ചിൽ ഇങ്ങനെ നബി കേൾക്കും. സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് കുട്ടികളുടെ കരച്ചിൽ കേൾക്കും. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഅതജവ്വസു മിമ്മാ അഅലമു മിൻ ശിദ്ദതി വജ്ദി ഉമ്മിഹി മിൻ ബുകാഇഹി. ആ കുട്ടി കരയുമ്പോൾ അതിൻ്റെ മാതാവിനുണ്ടാകുന്ന പ്രയാസം മനസ്സിലാക്കിയതിനാൽ ഞാൻ നമസ്കാരം ചുരുക്കുകയും ചെയ്യും. കൂടുതൽ ദീർഘിപ്പിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം ചുരുക്കും. ഈ പറഞ്ഞതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുമ്പോൾ സ്ത്രീകൾ അവിടെ ജമാഅത്തിന് പങ്കെടുക്കാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല സ്ത്രീകൾക്ക് പള്ളി നിഷിദ്ധമാണ്, ഹറാമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. ഇനിയോ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം കഴിഞ്ഞാൽ കുറച്ച് സമയം അവിടെ ഇരിക്കും. എന്തിനു വേണ്ടിയെന്നറിയോ? ബാക്കിലുള്ള സ്ത്രീകളൊക്കെ ഉണ്ടെങ്കിൽ ഓരൊക്കെ എണീറ്റ് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ സല്ലമ യംകുതു ഫീ മകാനിഹി യസീറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചിട്ട് സലാം വീട്ടി കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് സമയം അവിടെ ഇരിക്കും. എന്നിട്ട് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ഇബ്നു ശിഹാബ് സുഹരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, തീർച്ചയായും അത് എന്താണ് എന്നുള്ളത് അവർ കൃത്യമായിട്ട് അറിയില്ല. എന്നിട്ട് അവർ പറയാണ്, അത് സ്ത്രീകൾ ഇങ്ങനെ വിട്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്ന വാചകമാണ്. സ്ത്രീകൾ ജമാഅത്തിന് പങ്കെടുത്തു എന്ന് മാത്രമല്ല, അവർക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് സമയം അവിടെ ഇരിക്കുക. അവരൊക്കെ വേഗം പോട്ടെ. ചില ഹദീസുകളിൽ ഇതിന്റെ ബാക്കി ഭാഗത്ത് കാണുവാൻ സാധിക്കും, അവർ പള്ളിയിൽ നിന്ന് വീട്ടിലെത്തിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേൽക്കുക. അങ്ങനെ വരെ ചില ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. ഇനിയോ പകല് സമയത്ത് മാത്രമല്ല, ഇരുട്ട് മൂടിയ സമയം. ആ രണ്ട് നമസ്കാരങ്ങളാണല്ലോ ഇശാ നമസ്കാരവും സുബഹ് നമസ്കാരവും. ഈ രണ്ട് നമസ്കാരങ്ങൾക്കും ഈ രണ്ട് ജമാഅത്തുകൾക്കും സ്ത്രീകൾ പങ്കെടുക്കാറുണ്ടായിരുന്നു. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, കുന്ന നിസാഉൽ മുഅ്മിനാതി യശ്ഹദന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തുൽ ഫജ്ർ മുതലഫിആത്തിൻ ബിമുറൂതിഹിന്ന. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സത്യവിശ്വാസിനികളായ ആളുകൾ പങ്കെടുക്കും. മുഅ്മിനാത്തുകളെ കുറിച്ചാണ് പറയുന്നത്, സത്യവിശ്വാസിനികളുടെ സ്വഭാവം പറയുന്നത്. അവരതിൽ പങ്കെടുക്കും. എങ്ങനെ? മൂടുവസ്ത്രം ധരിച്ചുകൊണ്ട്, അവരെ തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിൽ അവർ വസ്ത്രം ധരിച്ചുകൊണ്ട് മൂടി പുതച്ചുകൊണ്ട് അവർ വരും. അങ്ങനെ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ അവരുടെ വീടുകളിലേക്ക് തിരിഞ്ഞു പോകും. ആ ഇരുട്ട് കാരണത്താൽ അത് ആരൊക്കെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഇന്നത്തെ സൗകര്യങ്ങളൊന്നുമില്ല. അന്നത്തെ ആ കാലഘട്ടത്തിൽ ഇരുട്ടുള്ള സമയത്ത് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സ്ത്രീകൾ പള്ളിയിൽ പോകാറുണ്ടായിരുന്നു, ജമാഅത്തിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്. ഈ ഹദീസിനെ വിശദീകരിച്ചിട്ട് സ്വഹീഹുൽ ബുഖാരിയുടെ ഏറ്റവും വലിയ വിശദീകരണമാണ് ഇമാം ഇബ്നു ഹജർ അസ്ഖലാനിയുടെ വിശദീകരണം. അദ്ദേഹം പറയാണ്, വഫിൽ ഹദീസി, ഈ ഹദീസിലുണ്ട് ഇസ്തിഹബാബുൽ മുബാദറതി ബിസ്വലാത്തി സുബ്ഹ് ഫീ അവ്വലിൽ വഖ്ത്. സുബ്ഹിന്റെ ഒന്നാമത്തെ സമയത്ത്, ആദ്യ സമയത്ത് തന്നെ നമസ്കരിക്കലാണ് സുന്നത്ത് എന്നുള്ളത് ഈ ഹദീസിലുണ്ട്. എന്നിട്ട് വീണ്ടും പറയാണ്, വജവാസു ഖുറൂജിൻ നിസാഇ ഇലൽ മസാജിദ് ലിശുഹൂദി സ്വലാത്തി ഫിൽ ലൈൽ. രാത്രിയിൽ പെണ്ണുങ്ങൾ പള്ളിയിൽ പോകുക എന്നുള്ളതിൽ ഇതിൽ ഒരു അനുവാദം കൂടിയുണ്ട്. വജവാസു ജായിസാണ്, അനുവദനീയമാണെന്ന്. എന്ത്? ഖുറൂജുൻ നിസാ, സ്ത്രീകൾ വീട്ടിൽ നിന്നിറങ്ങുക, ഇലൽ മസാജിദ്, പള്ളിയിലേക്ക് വേണ്ടി, ലിശുഹൂദി സ്വലാത്തി ഫിൽ ലൈൽ, രാത്രിയിൽ നമസ്കാരത്തിന് വേണ്ടി ഹാജരാകാൻ വേണ്ടി. ഇത്രയും കൃത്യമായി കൊണ്ട്
പണ്ഡിതന്മാർ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇത് ഒരു തർക്കത്തിന് വേണ്ട ഒരു വിഷയമേ അല്ല. കാരണം വിശുദ്ധ ഖുർആനിൻ്റെയും അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെയും കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇതൊക്കെ പറഞ്ഞത് ഫർദ് നമസ്കാരത്തിന്റെ വിഷയമാണെങ്കിൽ, ജമാഅത്തിന്റെ കാര്യങ്ങളാണെങ്കിൽ, ഇനി ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം രാത്രി നമസ്കാരം എന്നുള്ളത് സുന്നത്ത് നമസ്കാരമാണല്ലോ. ആണാവട്ടെ പെണ്ണാവട്ടെ രാത്രി നമസ്കാരം സുന്നത്താണ്. ആ രാത്രി നമസ്കാരത്തിനു വേണ്ടി സൈനബ് റളിയല്ലാഹു അൻഹ വരാറുണ്ടായിരുന്നു, അവർ പങ്കെടുക്കാറുണ്ടായിരുന്നു പള്ളിയിൽ. ആ വിഷയത്തിൽ വന്ന ഹദീസ് കേട്ട മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ദഖല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പള്ളിയിലേക്ക് കയറിയപ്പോൾ ഫഇദാ ഹബ്ലും മംദൂദുൻ ബൈന സാരിയതൈൻ, രണ്ട് തൂണുകൾക്കിടയിൽ ഒരു കയറിങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ ഹാദൽ ഹബ്ൽ, ഇതെന്താ ഈ ഒരു കയറെന്തിനുള്ളതാ? ആ സമയത്ത് അവർ പറഞ്ഞു, ഹാദാ ഹബ്ലു ലിസൈനബ, ഇത് സൈനബിന്റെ കയറാണ്. അവരിങ്ങനെ നമസ്കരിക്കുമ്പോൾ അവർക്ക് വല്ലാതെ കാലിവേദനയും ക്ഷീണമൊക്കെ വരുമ്പോൾ ആ കയറിങ്ങനെ പിടിച്ചിട്ട് അവർ നിൽക്കും. ഇങ്ങനെ അവർ നമസ്കരിക്കാറുണ്ട്. പള്ളിയിലുള്ള കാര്യം പറയുന്നത്, വീട്ടിലുള്ള കാര്യമല്ല. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ, വേണ്ട, ഹുല്ലു, അത് ഒഴിവാക്കി, അത് അഴിച്ചു വെക്കി. എന്നിട്ട് പറയാണ്, നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർവഹിക്കുക, നിങ്ങൾക്ക് പ്രയാസം തോന്നുകയാണോ നിങ്ങൾ അവസാനിപ്പിക്കുക. നിങ്ങൾ നല്ല ഉന്മേഷമുള്ള സമയത്ത് മാത്രമാണ് നിങ്ങൾ നിർവഹിക്കേണ്ടത്, നമസ്കാരം നിർവഹിക്കേണ്ടത്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു. ഈ ഹദീസിനെ വിശദീകരിച്ചിട്ട്, ഇത് ഇമാം മുസ്ലിമിലുള്ള ഹദീസാണെങ്കിൽ ശറഹ് മുസ്ലിം ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് രണ്ടാം ഷാഫിഈ എന്നറിയപ്പെടുന്ന ഇമാം നബവി, ഞാൻ ഈ വാചകങ്ങളൊക്കെ ബോധപൂർവമാണ് പറയുന്നത്. രണ്ടാം ഷാഫി എന്നുള്ളത് വെറുതെ പേരല്ല. ഇമാം ഷാഫി കഴിഞ്ഞാൽ ഷാഫിഈ മദ്ഹബിൽ ഏറ്റവും അഗ്രഗണ്യനാണ് ഇമാം നബവി. ആ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, വഫീഹി ജവാദു തനഫുലി ഫിൽ മസ്ജിദ്, സ്ത്രീകൾ സുന്നത്ത് നമസ്കാരങ്ങൾക്ക് പങ്കെടുക്കുക എന്നുള്ളത് ഇതിൽ അനുവദനീയമാണ്. ഈ ഒരു ഹദീസിലൂടെ അനുവാദമുള്ള കാര്യമാണ്. കാരണം ഫഇന്നഹാ കാനത് തുസല്ലി നാഫിലത ഫീഹി ഫലം യുൻകിർ അലൈഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ സൈനബ് ആ ഒരു നാഫിലത്ത്, സ്വലാത്തുൻ നാഫില എന്ന് പറഞ്ഞാൽ സുന്നത്തായ നിസ്കാരത്തിന് വന്നിട്ട് അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിലക്കിയിട്ടില്ല, അവരെ തടഞ്ഞിട്ടില്ല എന്നുള്ളതിൽ സ്ത്രീകൾ സുന്നത്ത് നമസ്കാരം വരെ പള്ളിയിൽ നിർവഹിക്കാം എന്നുള്ളത് പറയുന്നതാരാ? ഷാഫിഈ മദ്ഹബിൽ ഇമാം ഷാഫി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും സ്വീകാര്യനായ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. അത്രയും ഗൗരവത്തോടു കൂടി ഈ കാര്യങ്ങളുണ്ട്. ഇനിയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയിൽ ഇഅ്തികാഫ് ഇരുന്നിട്ടുണ്ട്. ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ എവിടെ ഇരിക്കുക? അത് ഷോപ്പിലല്ല ഇരിക്കേണ്ടത്, അത് വീട്ടിലല്ല ഇരിക്കേണ്ടത്, മറിച്ച് പള്ളിയിൽ, അത് തന്നെ ജുമുഅ നടക്കുന്ന പള്ളിയിലായിരിക്കണം. അതിൻ്റെ ഷർത്തുകളിൽ പണ്ഡിതന്മാർ എണ്ണിയിട്ടുണ്ട് പല കാര്യങ്ങളും. പള്ളിയിലാണ് ഇഅ്തികാഫ് ഇരിക്കുന്നതെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്ന മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, സൗജുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഅ്തകിഫുൽ അശ്റൽ അവാഖിറ മിൻ റമദാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിന്റെ അവസാനത്തെ പത്തിൽ ഇഅ്തികാഫ് ഇരിക്കാറുണ്ട്. ഹത്താ തവഫാഹുല്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു ഏറ്റെടുക്കുന്നത് വരെ, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് വരെ എല്ലാ അവസാനത്തെ പത്തിലും, റമദാനിലെ അവസാനത്തെ പത്തുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫ് ഇരിക്കാറുണ്ട്. എന്നിട്ട് പറയാണ്, സുമ്മ ഇഅ്തകഫ അസ്വാജുഹു മിൻ ബഅദിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസ്വാജുകൾ, ആരാണ് ഈ അസ്വാജ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ. ആ ഭാര്യമാരും ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. എത്ര കൃത്യമാണ് ഈ കാര്യങ്ങളൊക്കെ. ഈ വിഷയങ്ങളെല്ലാം ഇത്രയേറെ കൃത്യമാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെല്ലാം പ്രാധാന്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്വഫുകളുടെ വിഷയത്തിൽ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില പുണ്യങ്ങൾ പറഞ്ഞു. ഹദീസിൽ കാണുവാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖൈറു സുഫൂഫിർ റിജാലി അവ്വലുഹാ വശർറുഹാ ആഖിറുഹാ, പുരുഷന്മാരുടെ സഫുകളിൽ ഏറ്റവും ഖൈറായിട്ടുള്ളത് ഒന്നാമത്തെ സഫാണ്, ഏറ്റവും ഷർറായിട്ടുള്ളത് അല്ലെങ്കിൽ ഏറ്റവും കൂലി കുറവുള്ളത് അത് അവസാനത്തെ സഫുമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയാണ്, വഖൈറു സുഫൂഫിൻ നിസാഇ ആഖിറുഹാ വശർറുഹാ അവ്വലുഹാ,
സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒന്നാമത്തെ സ്വഫ് എന്നുള്ളതല്ല, ഏറ്റവും അവസാനത്തെ സ്വഫാണ് ഏറ്റവും ഹൈറായിട്ടുള്ളത്. ഇത് പറയാനുള്ള കാരണം കൂടി നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തുടക്കത്തിൽ നമസ്കാരം എങ്ങനെയായിരുന്നു എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമ നിൽക്കും, അതിൻ്റെ പിന്നിൽ ആണുങ്ങൾ നിൽക്കും, ആണുങ്ങൾ കഴിഞ്ഞാൽ നേരെ പെണ്ണുങ്ങൾ നിൽക്കും. വേറെ പ്രത്യേകിച്ച് മറയൊന്നുണ്ടായിരുന്നില്ല തുടക്കത്തിൽ. ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ആണുങ്ങൾ ഏറ്റവും മുൻപന്തിയിലുള്ള ആളുകൾക്കാണ് കൂടുതൽ ഖൈറുള്ളത്. ബാക്കിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും സ്ത്രീകളുമായിട്ട് കൂടിക്കലരാനും അല്ലെങ്കിൽ അവരെ കാണാനും പരസ്പരം കാണാനൊക്കെ സാധ്യത കൂടുതലാണ്, അതുകൊണ്ട് വേണ്ട. എന്നാൽ രണ്ട് ഭാഗങ്ങളിലാണ് നമസ്കരിക്കുന്നതെങ്കിൽ, സ്ത്രീയും പുരുഷനും തമ്മിൽ കാണാത്ത അവസ്ഥയാണെങ്കിൽ, ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, എങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ സ്വഫിന് തന്നെയാണ് ഖൈറുള്ളത്. ഇത്രയും കൃത്യമായി ഓരോ കാര്യങ്ങളും വിശദീകരിച്ചു. ഇതൊരു തർക്കത്തിൻ്റെ ആവശ്യമില്ല, മറിച്ച് കൃത്യമായി എന്താണ് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത്. ഈ വിഷയത്തിലുള്ള വിവാദങ്ങൾ വരുന്ന സമയത്ത് സ്ത്രീകൾ പള്ളിയിൽ പോണോ വേണ്ടയോ ചർച്ച വരുമ്പോൾ ഇതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞു? ആ ഒരു പറഞ്ഞതിൽ നിൽക്കലാണ് വിശ്വാസിയുടെ കടമ. ആ അർത്ഥത്തിൽ ഈ വിഷയങ്ങൾ കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ ദീനിനെ മനസ്സിലാക്കി ജീവിക്കുന്ന ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഏറെ സ്നേഹാധീനരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുക. സ്ത്രീകൾ പള്ളിയിൽ പങ്കെടുക്കുന്ന ജമാഅത്ത് ജുമുഅയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയത്. ഇതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞ ഒട്ടേറെ ഹദീസുകൾ നമ്മൾ സൂചിപ്പിച്ചു. എന്നാൽ ഈ വിഷയങ്ങളെല്ലാം കേൾക്കുമ്പോഴും ചില ആളുകൾ പറയുന്ന ചില ന്യായങ്ങൾ, അതിൽ ഒന്ന്, നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ അതൊക്കെ ഹിജാബിൻ്റെ ആയത്തിന് മുമ്പാണ്. ഹിജാബിൻ്റെ ആയത്ത് അവതരിച്ചതിന് ശേഷം പിന്നെ ഒരിക്കലും സ്ത്രീകൾ പള്ളിയിലേക്ക് പോയിട്ടില്ല. ഹിജാബിൻ്റെ ആയത്ത് അഥവാ മറക്ക് പിന്നിൽ നിന്നുകൊണ്ട് സംസാരിക്കണമെന്ന് പറയുന്ന ഒരു ആയത്തിറങ്ങുന്നുണ്ട്. ആ ആയത്തിന് ശേഷം പിന്നെ ഒരു പെണ്ണും പള്ളിയിലേക്ക് പോയിട്ടില്ല. ഈ രൂപത്തിൽ ചില ആളുകൾ വ്യാഖ്യാനിക്കാറുണ്ട്. എന്നാൽ എന്താണ് പ്രിയപ്പെട്ടവരെ ഹിജാബിൻ്റെ ആയത്ത്? ഈ ആയത്ത് വിശദീകരിക്കുന്നതിന് മുമ്പ് ആ ആയത്ത് അവതരിക്കാനുണ്ടായ ഒരു സാഹചര്യം പറഞ്ഞു തരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹദിയായ സൈനബ് ബിൻത്ത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചു. സ്വാഭാവികമായും വിവാഹം കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരെയും വിളിച്ചുകൂട്ടി ഒരു വലീമ കൊടുക്കും, ഭക്ഷണം കൊടുക്കും. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പലരെയും വിളിച്ചു. എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ വന്നു ഭക്ഷണമൊക്കെ കഴിച്ചു. ഭക്ഷണം കഴിച്ചാൽ അവരുടെ കഴിഞ്ഞാൽ പിന്നെ അവർ പോകേണ്ടതാണ്. പക്ഷെ അവർ പോകാതെ ഇങ്ങനെ സംസാരിച്ചിരുന്നു പല ആളുകളും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇറങ്ങി. ഇനി നബി ഇറങ്ങണത് കണ്ടിട്ടെങ്കിലും അവർ പോകട്ടെ എന്ന് വിചാരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകട്ടെ നിങ്ങളൊന്ന് ഇറങ്ങി പോകിന്ന് പറയാനൊരു മടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ ഹയാ ഉള്ളവനാണ്, ലജ്ജയുള്ളവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി മറ്റു ഭാര്യമാരുടെ അടുത്തേക്കൊക്കെ പോയി അവരോടൊക്കെ സംസാരിച്ച് അവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി പ്രാർത്ഥനയൊക്കെ നിർവഹിച്ച് വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വന്നപ്പോൾ വീണ്ടും ചില ആളുകൾ അവിടെ ഇരിക്കണം. ആ ഒരു സമയത്താണ് വിശുദ്ധ ഖുർആനിൻ്റെ ഈ ആയത്തിറങ്ങുന്നത്. ഈ ആയത്ത് വിശുദ്ധ ഖുർആനിലെ 33-ാം അധ്യായം സൂറത്തു അഹ്സാബിലെ 53-ാമത്തെ ആയത്ത്. ഞാൻ ഈ പറയുന്ന വാചകം പ്രിയപ്പെട്ടവർ നിങ്ങൾ ശ്രദ്ധിക്കണം. ഹിജാബിൻ്റെ ആയത്ത് എന്ന് പറയുമ്പോൾ സൂറത്തു അഹ്സാബിലെ 53-ാമത്തെ ആയത്ത് ആണ് എന്നാണ് തഫ്സീർ ഇബ്നു കസീറിലുള്ളത്. ഇതേ സംഭവം വിശദീകരിച്ചുകൊണ്ട് ഇമാം ബുഖാരി പറഞ്ഞതും അതേ വാചകമാണ്. ഇതാണ്, ഈ ഒരു സമയത്താണ് ഹിജാബിൻ്റെ ആയത്തിറങ്ങിയത്. എങ്കിൽ എന്താണ് ആ ആയത്ത്? അതുകൂടി നമ്മളൊന്ന് മനസ്സിലാക്കാം. നമ്മുടെ ആയത്തുൽ കുർസി എന്ന് പറയുമ്പോൾ അതിൽ കുർസി എന്നൊരു പദമുണ്ട്. അപ്പോൾ നമ്മൾ പറയും അത് ആയത്തുൽ കുർസിയാണ്. ആയത്തു ദൈൻ, കടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആയത്ത് എന്ന് പറയുമ്പോൾ അതിൽ ദൈനിനെ കുറിച്ച് ആ ഒരു പദമെങ്കിലും ഉണ്ടാകും. എങ്കിൽ ഈ ആയത്തിൽ വരുന്ന വാചകം കേട്ടോ, കൃത്യമായി കൊണ്ട് പറഞ്ഞിട്ടുണ്ട്
ഈ ഒരു മറയുമായി, ഹിജാബുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആയത്ത് കാണുവാൻ സാധിക്കും. യാ അയ്യുഹല്ലദീന ആമനു ലാ തദ്ഖുലൂ ബുയൂതൻ നബി ഇല്ലാ അൻ യുഅ്ദന ലക്കും ഇലാ തുആമിൻ ഗൈറ നാദിരീന ഇനാ വലാകിൻ ഇദാ ദുഈതും ഫദ്ഖുലൂ ഫഇദാ തുഇംതും ഫന്തശിറൂ വലാ മുസ്തഅനിസീന ലിഹദീസ്. ഈ ഹദീസിന്റെ, ഈ ആയത്തിന്റെ ഒരു ഭാഗമാണ്. ഈ ആയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ അനുവാദമില്ലാതെ പ്രവേശിക്കരുത്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളെ ഭക്ഷണം കഴിക്കാനോ മറ്റോ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ പോകുക. അത് കഴിഞ്ഞാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ അവിടുന്ന് തിരിച്ചു വരണം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ പ്രയാസപ്പെടുത്തരുതെന്ന് പറയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇന്ന ദാലികും കാന യുഅ്ദിൻ നബിയ്യ ഫയസ്തഹി മിൻകും. നിങ്ങൾ അവിടുന്ന് പോകുക എന്ന വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ പറയാൻ പ്രവാചകന് ലജ്ജയുണ്ട്. പക്ഷേ വല്ലാഹു ലാ യസ്തഹി മിനൽ ഹഖ്. ചില കാര്യങ്ങൾ, ചില ഉണർത്തലുകൾ നിർവഹിക്കാൻ, യാഥാർത്ഥ്യങ്ങൾ പറയാൻ അല്ലാഹു ഒരിക്കലും മടിയില്ല. ഇനി പറയുന്ന വാചകം കേട്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വഇദാ സഅൽതുമൂഹുന്ന മതാഅൻ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്. ഹിജാബ് കൃത്യമായ വാക്ക്. നിങ്ങൾ വല്ലതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരോട് ചോദിക്കുകയാണെങ്കിൽ ഒരു മറക്ക് പിന്നിൽ നിന്നുകൊണ്ട് നിങ്ങൾ ചോദിക്കണം. ഈ ആയത്തിൽ എവിടെയാണ് സ്ത്രീകൾ പള്ളി പോകാൻ പറ്റൂല എന്നുള്ളത്? ഇതിൻ്റെ മുന്നിലോ പിന്നിലോ എവിടെയെങ്കിലും ഉണ്ടോ? എവിടെയില്ല. പക്ഷേ ചില ആളുകൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ഈ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടോ, ഈ ആയത്തിറങ്ങാനുണ്ട സാഹചര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടോ എവിടെയും നമുക്ക് അങ്ങനെ ഒരു വിശദീകരണം നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ ഈ ആയത്തിന് ശേഷം ഇനി പെണ്ണുങ്ങൾ പള്ളിയിൽ പോയിട്ടുണ്ടോ? അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ പള്ളിയിൽ ഇഅ്തികാഫിരിക്കാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അവരിരിക്കാറുണ്ടായിരുന്നു. ഈ ആയത്ത് ഇറങ്ങിയതിന് ശേഷമല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടുണ്ടാവുക? ഇനി അതും കഴിഞ്ഞ് അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലം കഴിഞ്ഞ് ഉമർ റളിയല്ലാഹുവിന്റെ കാലം, അതിൻ്റെ അവസാനം ഉമർ റളിയല്ലാഹു മദീന പള്ളിയിൽ വെച്ചുകൊണ്ട് അബൂ ലുഅ്ലുഅത്തുൽ മജൂസി എന്ന് പറയുന്ന മജൂസിയായ മനുഷ്യൻ ഉമറിനെ കുത്തുന്ന സമയം, ഉമർ കുത്തേറ്റ് പള്ളിയിൽ വീഴുമ്പോൾ മഹദിയായ ആത്തിക ബീവി പള്ളിയിൽ ഉണ്ടായിരുന്നു. അതാണ് ചരിത്രം വിശദീകരിക്കുന്നത്. പള്ളിയിലേക്ക് അവരെന്തിനാ വന്നത്? നമസ്കരിക്കാൻ വേണ്ടി. ഉമറിന്റെ കാലത്തും പള്ളിയിലേക്ക് പോയിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. ഇതൊക്കെ പറയുമ്പോൾ ചില ആളുകൾ ഒരു ഹദീസിന്റെ ഒരു ഭാഗം എടുത്തു വരും. ബുയൂതഹുന്ന ഖൈറുൽ ലഹുന്ന എന്നുണ്ടല്ലോ ഖുർആനിൽ. അല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, പെണ്ണിന് പള്ളിയാണ്, അവളുടെ വീടാണ് ഉത്തമം. എന്നിട്ട് പറഞ്ഞിട്ട് പറയാ വീടിന്റെ ഉള്ളിന്റെ ഉള്ളാണ് ഉത്തമം. അങ്ങനെ ഒന്നും ഹദീസിലില്ല. ആ ഹദീസ് എങ്ങനെയാണുള്ളത്? ഇമാം അബൂദാവൂദ് ധരിക്കുന്ന ഹദീസാണ്. ആ ഹദീസിൽ കാണുവാൻ സാധിക്കും, ലാ തംനഉ ഇമാ നിസാഉകുമുൽ മസാജിദ്. നിങ്ങളുടെ പെണ്ണുങ്ങളെ നിങ്ങൾ പള്ളിയെ തൊട്ട് തടുക്കരുത്. വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന. അവർക്ക് ഏറ്റവും ഉത്തമം ഖൈറ്, അവർക്ക് ഖൈറ് അവരുടെ വീടാണ്. ഈ ഹദീസിന്റെ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞു ഇത് ദുർബലമായ ഹദീസാണ്. ഇനി ഇത് സ്വഹീഹാണ് എന്ന് തന്നെ വെക്കുക. ഇതിലെവിടെയാണ് സ്ത്രീകൾ പള്ളിയിൽ പോകാൻ പാടില്ല എന്നുള്ളത്? സ്ത്രീകളെ തടുക്കണം എന്നുള്ളത്? തടുക്കരുത് എന്ന ഇതിന്റെ തുടക്കത്തിലുള്ളത് ലാ തംനഉ നിസാഅകും. നിങ്ങൾ നിങ്ങളുടെ പെണ്ണുങ്ങളെ തടുക്കരുത് എന്ന് വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ. ഇവിടെ ഖൈറുണ്ട് എന്നുണ്ടല്ലോ എന്നാണെങ്കിൽ ആ ഒരു ഖൈറ് ഒരാൾ ഒഴിവാക്കി എന്നുള്ളത് കൊണ്ട് അത് ഹറാമായി മാറുമോ? അത് ഹറാമായിട്ട് മാറും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ്, സ്വലാത്തുൽ മർഇ ഫീ ബൈതിഹി അഫ്ളലു മിൻ സ്വലാത്തിഹി ഫീ മസ്ജിദി ഹാദാ ഇല്ലൽ മക്തൂബ. ഒരാൾ പള്ളിയിൽ വെച്ച് സുന്നത്ത് നമസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമം അയാൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ്. ഇതൊരു ഹദീസാണ്. ഈ ഹദീസ് വെച്ചിട്ട് ഒരാൾ പറയാണ് അങ്ങനെയാണെങ്കിൽ പള്ളിയിൽ വെച്ച് നിസ്കരിക്കൽ ഹറാമാണ്. ഇങ്ങനെ ആരെങ്കിലും പറയൂ? പള്ളിയിൽ വെച്ച് നിസ്കരിക്കലാണ്, വീട്ടിൽ വെച്ചുകൊണ്ട് സുന്നത്ത് നിസ്കരിക്കലാണ് ഖൈർ, അഫ്ളലായിട്ടുള്ളത്. എന്നാൽ ഒരാൾ പള്ളിയിൽ വെച്ചുകൊണ്ട് സുന്നത്ത് നമസ്കരിച്ചു, അതിന് കൂലിയില്ല എന്നില്ല, അതിനും കൂലി കിട്ടും. ഇനിയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൽബസു മിൻ സിയാബികുമുൽ ബയാദ് ഫഇന്നഹാ മിൻ ഖൈരി സിയാബികും. നിങ്ങൾ വെളുത്ത വസ്ത്രം ധരിക്കണം, നിങ്ങളുടെ വസ്ത്രങ്ങളിൽ ഏറ്റവും ഖൈർ അത് വെളുത്ത വസ്ത്രമാണ്. ഒരാൾ വെളുത്ത വസ്ത്രം ധരിച്ചില്ല എന്നുള്ളത് കൊണ്ട് അയാൾ ഹറാമ് ചെയ്തു എന്ന് പറയാൻ പറ്റുമോ?
എന്തെല്ലാം അപവാദങ്ങളാണ് ഈ വിഷയത്തിൽ വ്യാഖ്യാനിച്ച് പലരും പോകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇനി ഈ വാദകം തന്നെ എടുത്തു നോക്കാം. ബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന തന്നെ ആയിക്കോട്ടെ. അത് പള്ളിയുടെ വിഷയത്തിൽ മാത്രമാണോ പ്രിയപ്പെട്ടവരെ? പള്ളിയിൽ മാത്രം, പള്ളിൻ്റെ വിഷയത്തിൽ മാത്രമാണ് അവർക്ക് ഏറ്റവും ഖൈറും അത് പള്ളി വീട്ടിൽ നിസ്കരിക്കലാണ്. ഇതേ സ്ത്രീകളെ രാത്രി നടക്കുന്ന വഅദുകളിലേക്ക് വിളിക്കുന്നുണ്ട്. ഇതേ സ്ത്രീകളെ നബിദിനാഘോഷത്തിൻ്റെ പേരിൽ നടക്കുന്ന കുട്ടികളുടെ പ്രോഗ്രാമുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഇതേ സ്ത്രീകളെ ജാഥകൾ നടക്കുന്ന സമയത്ത് അതിൻ്റെ ഇരുഭാഗത്തും നിർത്തിയിട്ട് അവരെ വിളിക്കുന്നുണ്ട്. ഇതേ സ്ത്രീകൾ സ്വലാത്തുൽ മജ്ലിസുകളിലേക്ക് വരുന്നുണ്ട്. ഇതേ സ്ത്രീകൾ മഗ്രിബായി കഴിഞ്ഞാൽ പല പ്രത്യേകമായ ദിക്റുകൾ ചൊല്ലാൻ വേണ്ടി പല ഭാഗങ്ങളിലും കൂട്ടപ്പെടുന്നുണ്ട്. അതിനൊന്നും ഈ ഒരു ഹദീസ് പറയാറില്ല. ആ സമയത്ത് ഏതെങ്കിലും ഒരാൾ പറയുന്നത് കേട്ടിട്ടുണ്ടോ? സ്ത്രീകൾ വരാൻ പാടില്ല, സ്ത്രീകൾ അവിടെ കാണിയായിട്ട് നിൽക്കാൻ പാടില്ല, കുട്ടികളുടെ പ്രോഗ്രാം അത് ആണുങ്ങൾ കണ്ടാൽ മതി എന്നാരെങ്കിലും പറയുന്നത് കേൾക്കുന്നുണ്ടോ? സ്ത്രീകളുടെ വിഷയത്തിൽ ഇത്രയേറെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർക്ക് പരിചയമില്ലാത്ത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജീവിച്ച സഹോദരിമാർക്ക്, സ്വഹാബി വനിതകൾക്ക് പരിചയമില്ലാത്ത ഒരു ഖൈർ, ആ ഒരു അർത്ഥത്തിലാണ് ഇതിനെ വ്യാഖ്യാനിച്ചു കൊണ്ടുപോകാറുള്ളത്. ഞാൻ ആരെയും കുറ്റപ്പെടുത്താനല്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇസ്ലാമിക മര്യാദകൾ പാലിച്ചുകൊണ്ടാണ് ഒരു സ്ത്രീ വരുന്നതെങ്കിൽ അവൾക്ക് പങ്കെടുക്കാം. ഞാൻ ആ പറയുന്ന വാചകം ബോധപൂർവം ഒന്നുകൂടി പറയട്ടെ. ഇസ്ലാമിക മര്യാദകൾ പാലിച്ചുകൊണ്ടാണ് പെണ്ണ് പള്ളിയിലേക്ക് വരേണ്ടത്. അവൾ ഫാഷൻ പരേഡിനല്ല വരേണ്ടത്. അവളുടെ ഏതെങ്കിലും വസ്ത്രം മറ്റുള്ളവരെ കാണിക്കാനല്ല, മറിച്ച് പൂർണ്ണമായിക്കൊണ്ട് ഇസ്ലാമികമായ വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരു പെണ്ണിന് വരാൻ കഴിയുമോ എങ്കിൽ അവൾക്ക് പള്ളിയിലേക്ക് വരാം. അവൾക്ക് ജമാഅത്തിൽ പങ്കെടുത്താൽ അതിൻ്റെ പ്രതിഫലമുണ്ട്. പള്ളിയിലേക്ക് വരുമ്പോൾ നടന്നു വരുന്നതിൻ്റെ പ്രതിഫലം കിട്ടും. ഇങ്ങനെ ഒരുപാട് പ്രതിഫലങ്ങൾ അവർക്കും നേടിയെടുക്കാൻ കഴിയും. അതല്ലാതെ അവളൊരു പേരിന് വേണ്ടി മാത്രം വരിക, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി വരിക, അതൊരിക്കലും സ്ത്രീകൾക്കാവട്ടെ പുരുഷനാവട്ടെ പാടില്ല എന്നതുകൂടി ഓർമ്മപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വിഷയങ്ങളെല്ലാം നമ്മൾ കൃത്യമായി പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിനെ കൃത്യമായി മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുന്ന ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. കുടുംബത്തോടൊപ്പം സ്വർഗ്ഗത്തിലേക്ക് എത്തുന്ന മഹാഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് നൽകിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത് യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവ് സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ. ജമീൽ ആപ്പ് ആൻഡ്രോയിഡ് മൊബൈലുകളിൽ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ മൊബൈലുകളിൽ ആപ്പ് സ്റ്റോറിൽ നിന്നും സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാം. ഇനി ജമീൽ നിങ്ങളുടെ ജീവിതത്തിലും ആത്മമിത്രമാകട്ടെ. ജമീൽ, ദ സോൾമേറ്റ്. Peace Radio, tune to reality.